ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രോഗം പെയ്തു തുടങ്ങും മുൻപേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾ ആരംഭിക്കണം. ജനം പനിച്ചു വീഴുമ്പോൾ മുൻപൊന്നും ചെയ്യാത്തതിന്റെ ഫലമാണിതെന്ന് പറഞ്ഞ് കൈമലർത്തുന്നതിൽ അർത്ഥമില്ല. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യത്തിന് പണം ലഭിച്ചില്ലെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന ഗൗരവമുള്ളതാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരളത്തിൽ ഭീകരവാദികളും രാഷ്ട്രീയക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വരികയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ PG റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കി. PG സീറ്റ് പുനഃസ്ഥാപിക്കണമെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. പദ്ധതി നിർവഹണ ഫണ്ട് ചിലവഴിക്കുന്നതിലുണ്ടാകുന്ന പിഴവാണ് പുതിയ ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ ഭീകരവാദികളും രാഷ്ട്രീയക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടിരിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ. ഭീകരതയുടെ പാപക്കറ കഴുകിക്കളയാൻ ചിലർ കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മാറാട് കൂട്ടക്കൊല സംബന്ധിച്ച CBI അന്വേഷണം അട്ടിമറിച്ച മുഖ്യമന്ത്രിക്കെതിരെ ബി.ജെ.പി. സംഘടിപ്പിച്ച ധർണ കോഴിക്കോട് മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറാട് കൂട്ടക്കൊല സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന റിട്ടയർഡ് SP CN പ്രദീപ്കുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേരളത്തെ ഞെട്ടിച്ചതായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കൾക്ക് കൂട്ടക്കൊലയുമായി ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചത്. സംഭവത്തിലെ സാമ്പത്തിക സ്രോതസ്സും തീവ്രവാദ ബന്ധവും ഉൾപ്പെടെ CBI അന്വേഷിക്കണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം പോലും സർക്കാർ മരവിപ്പിച്ചത്. ഒരു കോൺഗ്രസ് യുവ നേതാവിന് പാക് തീവ്രവാദികളുമായി ബന്ധമുണ്ടായിരുന്നെന്ന അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ സർക്കാർ ഇനിയും ഗൗരവത്തിലെടുക്കുന്നില്ലെങ്കിൽ സംസ്ഥാനം ഇതിന് കനത്ത വില നൽകേണ്ടി വരും. അതിനാൽ അന്വേഷണം കേന്ദ്രത്തിന് കൈമാറാൻ മുഖ്യമന്ത്രി ഇനിയെങ്കിലും ആർജവം കാണിക്കണമെന്നും വി. മുരളീധരൻ ആവശ്യപ്പെട്ടു. സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ CBIക്കും കേന്ദ്ര സർക്കാരിനും കൈമാറാൻ മുഖ്യമന്ത്രി അതിനുള്ള ആർജവം കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണയുടെ കേരളം ഭരിക്കുന്നത് തത്വത്തിൽ കോൺഗ്രസ് ആണെങ്കിലും പ്രയോഗത്തിൽ മുസ്ലിം ലീഗാണ്. ഉന്നതതല അന്വേഷണം വേണമെന്ന് ഉദ്യോഗസ്ഥൻ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ്. നേരത്തെ FIR-ൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്ന ലീഗ് നേതാക്കൾക്കെതിരെ സർക്കാർ അന്വേഷണം തുടരുമോ എന്നും വി. മുരളീധരൻ ചോദിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷനായിരുന്നു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KP. പ്രകാശ് ബാബു, VV രാജൻ, CK. പ്രഭാകരൻ മാസ്റ്റർ, VK. പ്രേമൻ, ഷിബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി നിർവഹണ ഫണ്ട് ചിലവഴിക്കുന്നതിലുണ്ടാവുന്ന പിഴവാണ് പുതിയ ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ജില്ലാ ശുചിത്വ മിഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് നളന്തയിൽ നടന്ന പ്രീ മൺസൂൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പരിശീലന പരിപാടി നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം മഴക്കാലപൂർവ്വ ശുചീകരണ ഫണ്ട് ചിലവഴിക്കുന്നതിൽ ചില മേഖലകളിലുണ്ടായ പിഴവാണ് ഇത്തവണ ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടതെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ മന്ത്രി അടക്കം നമ്മളോട് പറഞ്ഞു, പഞ്ചായത്തുകൾ വേണ്ട രീതിയിൽ നമുക്ക് ശുചിത്വ മിഷന്റെ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ശുചിത്വമില്ലായ്മ വന്നു, അത് ഗവൺമെന്റിനെ പഴിചാരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള വലിയ വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു പേര് നമുക്ക് ഈ പ്രാവശ്യവും അങ്ങനെ ഒരു പരാതിക്കെട് വരാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ മഴക്കാലം വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓട വൃത്തിയാക്കാനുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് വെള്ളം കിട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ അത് ആ കുഴികൾ നികത്തേണ്ടതുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വാർഡ് തലത്തിൽ എന്താണോ ചെയ്യേണ്ടത് നമ്മളോട് ഈ ഫണ്ട് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്.
ജില്ലാ കളക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രജനി പുപ്ലാനിക്കാട്, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ PP രജനി, PAB കോഴിക്കോട് പ്രൊജക്ട് ഡയറക്ടർ KM ശശിധരൻ, KT രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വകുപ്പ് തല പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സാബു, NRHM പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ബാബുരാജ്, മഴക്കാലപൂർവ്വ ശുചീകരണം 2014 എന്ന വിഷയത്തിൽ പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ സലീം എന്നിവർ ക്ലാസുകൾ എടുത്തു. ഡോക്ടർ അപ്പുണ്ണി സ്ലൈഡ് പ്രസന്റേഷന് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും PG റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കി. കോളേജുകളിലെ റദ്ദ് ചെയ്ത മെഡിക്കൽ PG സീറ്റുകൾ പുനഃസ്ഥാപിക്കണമെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പണിമുടക്ക്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും PG ഡോക്ടർമാർ ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പണിമുടക്കി. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പണിമുടക്കം നടന്നു. പണിമുടക്കിയവർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ റദ്ദ് ചെയ്ത മെഡിക്കൽ PG സീറ്റുകളുടെ അംഗീകാരം പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക് നടന്നത്. അത്യാഹിത വിഭാഗം, ICU, ലേബർ റൂം, എമർജൻസി തിയേറ്റർ എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 100ഓളം PG സീറ്റുകളാണ് ഈ വർഷം IMC റദ്ദാക്കിയത്. പ്രവേശന പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കന്മാരായ 764 PG റെസിഡന്റുമാരുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാകുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം പുതിയ നിയമനങ്ങൾ ഇല്ലാതാക്കും. സർക്കാർ നയം ഭാവിയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കും. അനാരോഗ്യ മത്സരങ്ങളും അശാസ്ത്രീയ ചികിത്സാ രീതികളും ആരോഗ്യരംഗം താറുമാറാക്കുകയും ചെയ്യുമെന്നും PG അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചിത്രകാരൻ വാടകമുറിയിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ കെട്ടിട ഉടമയും ബന്ധുവും പോലീസിൽ കീഴടങ്ങി. ഇവരെ മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കക്കോടി സ്വദേശി പുളിയുള്ള വീട്ടിൽ ഭക്തവത്സലൻ പൊള്ളലേറ്റ് മരിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. കടമുറി ഒഴിയാത്തതിന് വാടകക്കാരനെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊന്ന കേസിലെ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. മാനഞ്ചർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ചിത്രാഞ്ജലി ഫോട്ടോസ്റ്റാറ്റ് കട നടത്തിയിരുന്ന കക്കോടി മക്കട പുളിയുള്ള വീട്ടിൽ ഭക്തവത്സലൻ കൊല്ലപ്പെട്ട കേസിൽ കെട്ടിട ഉടമ കക്കടവത്ത് ജഗദീഷ്, അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് രൂപേഷ് എന്നിവരാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് PT പ്രകാശൻ മുൻപാകെ കീഴടങ്ങിയത്. ഏപ്രിൽ 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ അമരാവതി ലോഡ്ജ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കടയിൽ കയറി ഭക്തവത്സലിനെ അക്രമികൾ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി എന്നാണ് കേസ്. ഗുരുതരമായി പൊള്ളലേറ്റ് അന്ന് അർദ്ധരാത്രിയോടെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും മരണം സംഭവിച്ചു. കെട്ടിട ഉടമ ജഗദീഷും മരുമകൻ രൂപേഷും കണ്ടാലറിയുന്നവരും തന്നെ കൊല്ലാൻ വേണ്ടി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് ഭക്തവത്സലൻ താമരശ്ശേരി മജിസ്ട്രേറ്റിന് മരണമൊഴി നൽകിയിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പ്രതികളെ പിടികൂടാൻ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് തിങ്കളാഴ്ച കെട്ടിട ഉടമയും മരുമകനും കോടതിയിൽ ഹാജരായത്. കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് തിങ്കളാഴ്ച കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് ജില്ലാതല നഴ്സസ് വാരാചരണത്തിന് തുടക്കമായി. മെയ് 12 വരെ നടക്കുന്ന വാരാചരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ CA ലത നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് അറോറ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഴ്സുമാർ ചെയ്യുന്ന സാമൂഹ്യ സേവനത്തെ അഭിനന്ദിക്കാനും അവരെ കർമ്മോന്മുഖരാക്കാനുമാണ് നഴ്സ് വാരാചരണം നടത്തുന്നത്. കോഴിക്കോട് ജില്ലാതല നഴ്സ് വാരാചരണത്തിന്റെ ഉദ്ഘാടനം കലക്ടർ CA ലത നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് അറോറ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട് അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെമീറ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മെയ് 6 മുതൽ 12 വരെയാണ് നഴ്സ് വാരാചരണമായി ആചരിക്കുന്നത്.
KMCH സൂപ്രണ്ട് ഡോക്ടർ MK മോഹൻകുമാർ, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ L നിർമ്മല, BMH നഴ്സിംഗ് ഡയറക്ടർ മേജർ ജനറൽ T പത്മിനി, MCH ഓഫീസർ CK ഏലിയമ്മ, ഡോക്ടർ റോയ് K ജോർജ്, ഡോക്ടർ P അബൂബക്കർ, PC സുനിത, K പങ്കജാക്ഷി, മേരിക്കുട്ടി തോമസ്, KN ഗീതാമണി, EK ആനി എന്നിവർ സംബന്ധിച്ചു. മുംബൈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലായത് 100ഓളം കേസുകളിൽ പ്രതികളായവർ. കൊച്ചി സ്വദേശി ഷമീർ, തിരൂർ ജാഫർ അലി എന്നിവരെയാണ് കസബ CI ബാബു പെരിങ്ങോത്തും സംഘവും വലയിലാക്കിയത്. പ്രതികളെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുംബൈ പൻവേൽ സ്വദേശിനിയായ 15-കാരിയെ കല്ലായി റോഡിലെ ലോഡ്ജിൽ പീഡിപ്പിച്ച കേസിലെ 2 പ്രതികൾ അറസ്റ്റിലായി. എറണാകുളം കടവന്ത്ര സ്വദേശി ഷമീർ, കുട്ടിയെ ബംഗളൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ സഹായിച്ച തിരൂർ വയലുത്തൂർ അന്യശ്ശേരി ഈങ്ങാപ്പാടയിൽ ജാഫർ അലി എന്നിവരെയാണ് കസബ CI ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഞായറാഴ്ച രാത്രി മഞ്ചേരി ഭാഗത്തു നിന്ന് കാറിൽ മൈസൂരിലേക്ക് വരികയായിരുന്ന പ്രതികളെ താമരശ്ശേരി ചുരത്തിൽ നിന്നാണ് പിടികൂടിയത്. പെൺകുട്ടി ഇവരെ തിരിച്ചറിഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി AV ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതികൾക്കെതിരെ പെൺവാണിഭത്തിനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനും മനുഷ്യക്കടത്തിനും കേസെടുത്തിട്ടുണ്ട്. പ്രതികളിൽ നിന്നും നിരവധി ഗർഭനിരോധന ഓർഡറുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. ഇവരെ ജില്ലാ സെഷൻ കോടതി റിമാൻഡ് ചെയ്തു. 20 വർഷമായി സംസ്ഥാനത്തെ പെൺവാണിഭ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഷമീർ. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച കുട്ടിയെ പിതൃസഹോദരന്റെ മകനാണ് 38,000 രൂപയ്ക്ക് ഷമീറിന് വിറ്റത്. തുടർന്ന് ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കുട്ടിയെ മറ്റൊരു ഏരിയയായ ചോട്ടി എന്ന നേപ്പാൾ സ്വദേശിനിക്കൊപ്പം എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. ബത്തേരിയിലേക്ക് ബസ് മാർഗമെത്തിയ ഇവരെ പിന്തുടർന്ന് ജാഫർ അലി കാറുമായി എത്തി. പിന്നീട് കാറിൽ എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ കോഴിക്കോട്ടെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സ്ത്രീയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ കുട്ടിയുടെ പിതൃസഹോദര പുത്രനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ബംഗളൂരിലേക്ക് തിരിക്കും. കല്ലായി റോഡിലെ ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയെ തേടി ജാഫർ അലിയും ഷമീറും റെയിൽവേ സ്റ്റേഷൻ, പാളയം, പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി മുംബൈയിലേക്ക് തിരിച്ചുപോയി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മൈസൂരു, ഗൂഡല്ലൂർ, മുംബൈ, ആലുവ എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ മൊബൈൽ നമ്പർ മാറ്റിയിരുന്നു. സൈബർ സെല്ലും അന്വേഷണത്തെ സഹായിച്ചു. വാർത്തകളിൽ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി സബ് ട്രഷറിക്ക് പിൻവശത്തെ ഹോംഗാർഡ് ഷെൽട്ടർ നിലംപതിച്ചു. കൊയിലാണ്ടി ദേശീയപാതയിലെ ഗതാഗത നിയന്ത്രണത്തിന് നിയമിതരായ ജീവനക്കാരുടെ വിശ്രമമുറിയാണ് കാലപ്പഴക്കത്താൽ തകർന്നു വീണത്. കൊയിലാണ്ടി ദേശീയപാതയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള മുറിയാണ് കാലപ്പഴക്കത്താൽ നിലം പതിച്ചത്. കൊയിലാണ്ടി സബ് ട്രഷറിക്ക് പിൻവശത്തെ ഹോംഗാർഡ് വിശ്രമമുറിയാണ് തിങ്കളാഴ്ച രാവിലെ ഒരു ഭാഗം തകർന്നു വീണത്. ആ സമയത്ത് മുറിയിൽ ആളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ബ്രിട്ടീഷ് കാലത്ത് കുതിരാലമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം കൊയിലാണ്ടി പോലീസുകാർ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് സ്റ്റേഷൻ മാറ്റിയതോടെ ഗതാഗത നിയന്ത്രണത്തിന് നിയമിതരായവർക്ക് കെട്ടിടം കൈമാറുകയായിരുന്നു. കെട്ടിടം വീണതോടെ ഹോംഗാർഡിന് വേണ്ടി ഉചിതമായ സ്ഥലത്ത് മറ്റൊരു കെട്ടിടം പണിയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിലയൻസിന്റെ നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ AIYF നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാനേജർ SBക്ക് സമീപം നടന്ന കൂട്ടായ്മ CPI അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ റിലയൻസിന് അടിയറ വയ്ക്കാനുള്ള നീക്കത്തിനെതിരെ SBIക്ക് മുൻവശം AAYF പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SBIയിൽ റിലയൻസിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനുമതി നൽകിയത് ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് വില കൊടുത്തും ഇടതുപക്ഷം എതിർത്ത് തോൽപ്പിക്കുമെന്നും ഇതിനായി ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും CN ചന്ദ്രൻ പറഞ്ഞു. ഈ ബാങ്കുകളുടെ ദേശവൽക്കരണം നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ചെറുകിട വ്യാപാര രംഗത്തും എല്ലാം മെച്ചപ്പെട്ടൊരു സാഹചര്യം ജനസേവനത്തിന്റെ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. സാമൂഹ്യ സേവന രംഗത്ത് ഫലപ്രദമായി ഇടപെടാൻ ഉതകുന്ന സംവിധാനമാണ് ദേശവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ളത് വസ്തു തന്നെയായിരുന്നു. സാമാന്യ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന വിപ്ലവകരമായ ഒരു നടപടിയായി ബാങ്ക് ദേശവൽക്കരണത്തോട് വിലയിരുത്തപ്പെട്ടു. AAYF ജില്ലാ പ്രസിഡന്റ് KK പ്രദീപ് കുമാർ അധ്യക്ഷം വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി IV ശശാങ്കൻ, AAYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ്, PK ലക്ഷ്മിദാസ്, ചന്ദ്രഹാസ ഷെട്ടി, KP ബിനൂപ്, MKM കുട്ടി, PK നാസർ എന്നിവർ സംസാരിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനം ദുർബലപ്പെട്ടു വരികയാണെന്നും ഇതിന് പരിഹാരം കാണാൻ സർക്കാർ തൊഴിലാളികളുമായി ചർച്ച ചെയ്യണമെന്നും STU സ്ഥാപക ദിന സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനം ദുർബലപ്പെട്ടു വരികയാണെന്നും ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തൊഴിലാളി സംഘടനകളുമായി പ്രശ്നം ചർച്ച ചെയ്യണമെന്നും STU സ്ഥാപക ദിന സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനമാകട്ടെ ദുർബലപ്പെട്ടു വരികയാണെന്നും വിമർശനവും സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ടു. സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിൽ STU ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിലും UDFലും സമ്മർദ്ദം ചെലുത്തുമെന്ന് KPA മജീദ് പറഞ്ഞു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് STU അഭിമാനകരമായ അസ്തിത്വം നേടിയെടുത്തതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം അധ്യക്ഷം വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP സ്ഥാപക ദിന പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ PKK ഭാവ, സംസ്ഥാന ഭാരവാഹികളായ MC മായിൻ ഹാജി, CT മുഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല, ജനറൽ സെക്രട്ടറി MA റസാഖ്, വയനാട് ജില്ലാ പ്രസിഡന്റ് PPA കരീം, STU സംസ്ഥാന ഭാരവാഹികളായ U പോക്കർ, PM ഹനീഫ, C മൊയ്തീൻ കുട്ടി, A മുസ്തഫ, ആദവനാട് മുഹമ്മദ് കുട്ടി, PA ഷാഹുൽ ഹമീദ്, KT കുഞ്ഞാൻ, CH ജമീല, MA കരീം എന്നിവർ സംസാരിച്ചു. അന്വേഷണ സംഘത്തിന്റെ സൗകര്യം നോക്കി ഈ മാസം തന്നെ അബ്ദുള്ളക്കുട്ടി MLAക്കെതിരെ മൊഴി നൽകുമെന്ന് സരിത S നായർ. കോഴിക്കോട് കോടതി പരിസരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് സരിത ഇക്കാര്യം പറഞ്ഞത്. AP അബ്ദുള്ളക്കുട്ടി MLAക്കെതിരായ പരാതിയിൽ മൊഴി നൽകാൻ സരിത S നായർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയില്ല. കോഴിക്കോട് കോടതിയിൽ ഹാജരാകേണ്ടി വന്നതിനാൽ തിരുവനന്തപുരത്ത് എത്താൻ കഴിയില്ലെന്ന് സരിത അഭിഭാഷകർ മുഖേന അറിയിച്ചിരുന്നു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ദിവസം സരിത കോടതിയിൽ എത്തിയിരുന്നുവെങ്കിലും മജിസ്ട്രേറ്റ് അവധിയായതിനാൽ മടങ്ങി പോവുകയായിരുന്നു. തുടർന്നാണ് മെയ് 5-ന് ഹാജരാകാൻ കോടതി അറിയിച്ചത്. അബ്ദുള്ളക്കുട്ടി മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് സരിതയുടെ പരാതി. AP അബ്ദുള്ളക്കുട്ടി MLA ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും 2-3 ദിവസത്തിനകം പോലീസിൽ മൊഴി നൽകുമെന്നും സരിത S നായർ പറഞ്ഞു. അന്വേഷണ സംഘത്തിന്റെ സൗകര്യം നോക്കി 8-നോ 9-നോ മൊഴി നൽകും. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോടതിയിലെത്തിയ സരിത മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നമ്മുടെ സമയം ഇന്നത്തേതിനകത്ത് ഞങ്ങൾ അടുത്ത ദിവസത്തേക്കാണ് മാറ്റാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. വാർത്തകളിൽ മറ്റൊരിടവേള. Galaxy made of ABS material. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. മുതലാളിമാർക്ക് വേണ്ടി തൊഴിലാളികളെ ഇറക്കി സമരം ചെയ്യുന്നതിനോട് മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ബാർ തൊഴിലാളികളെയും കരിമണൽ തൊഴിലാളികളെയും ഇറക്കി CITU നടത്തുന്ന സമരം അത്തരത്തിലുള്ളതാണെന്നും മജീദ് കോഴിക്കോട് പറഞ്ഞു. എന്നല്ല, ഞാൻ 2 സംഭവങ്ങൾ ഉന്നയിച്ചത്. ഒന്ന് മദ്യ ബാർ ഉടമകൾക്ക് വേണ്ടി നടന്ന സമരം, മറ്റൊന്ന് കരിമണൽ ലോബിക്ക് വേണ്ടി നടന്ന സമരം. ഈ 2 സമരത്തിലും തൊഴിലാളികളെ പങ്കെടുപ്പി നടത്തുന്നത് മുതലാളിമാർക്ക് വേണ്ടിയാണ്. അത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ജയരാജൻ അവിടെ പങ്കെടുത്തത്, മറ്റൊരു കരീമ പങ്കെടുത്തത്. 2 മുതലാളിമാർ സ്പോൺസർ ചെയ്തിട്ടുള്ള തൊഴിൽ സമരങ്ങളാണ്. അത്തരത്തിൽ തൊഴിൽ സമരങ്ങൾ തൊഴിലാളി മേഖലയുടെ തൊഴിലാളി വർഗ്ഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്.
കൊയിലാണ്ടി നഗരസഭയിൽ വിനോദ നികുതി തട്ടിപ്പ് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കൊയിലാണ്ടി നഗരസഭ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് യൂത്ത് കോൺഗ്രസ് വടകര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PK രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി വിനോദ നികുതി പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി നഗരസഭയിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. നഗരസഭാ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് യൂത്ത് കോൺഗ്രസ് വടകര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PK രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം VT സുരേന്ദ്രൻ, PC നിസാർ, രജീഷ് വെങ്ങളത്തുകണ്ടി, EM നജീബ്, VT ഇബ്രാഹിംകുട്ടി, നിധിൻ പ്രഭാകർ, ശൈലേഷ് കുരുവട്ടൂർ, മനോജ് വൈറ്റുവളപ്പിൽ, ഉമേന്ദ്രൻ, VV സുധാകരൻ, P മോഹനൻ എന്നിവർ സംസാരിച്ചു. അറിവിനൊപ്പം സമൂഹ മനസ്സിന് പ്രബുദ്ധത കൈവരിക്കേണ്ടതുണ്ടെന്നും അമിതമായ അറിവ് പലപ്പോഴും ദുരന്തങ്ങൾ തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നതെന്നും സാഹിത്യകാരൻ UK കുമാരൻ ചേവായൂർ ഹാർമണി റെസിഡൻസ് അസോസിയേഷൻ ദശവാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേവായൂരിലെ ഹാർമണി റെസിഡൻസ് അസോസിയേഷൻ ദശവാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രമുഖ സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ വൈസ് പ്രസിഡന്റുമായ UK കുമാരൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അറിവിനൊപ്പം സമൂഹ മനസ്സിന് പ്രതിബദ്ധത കൈവരിക്കേണ്ടതുണ്ടെന്നും അമിതമായ അറിവ് പലപ്പോഴും ദുരിതങ്ങൾ തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹാർമണി പ്രസിഡന്റ് വർക്കി പറ്റാനി അധ്യക്ഷം വഹിച്ചു. വാർഡ് കൌൺസിലർ ദേവകി ടീച്ചർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹാർമണി അസോസിയേഷൻ പ്രസിഡന്റ് BP ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി ദാമോദർ പ്രസാദ്, സുദീപ് തെക്കേപ്പാട്ട്, MK സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. PA സതീഷ്, സന്തോഷ് ബാബു, ജിജീഷ്, ശിവദത്തൻ, കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം രാഹുൽ സത്യനാഥും ആതിരയും നയിച്ച ഗാനമേളയും ചടങ്ങിന് മിഴിവേകി. ഗബ്രിയേൽ ഗാർഷ്യ മാർക്സിന്റെ സമഗ്ര സംഭാവനകളെ വിലയിരുത്താൻ പുരോഗമന കലാ സാഹിത്യവേദി നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ V സുകുമാരൻ പ്രബന്ധം അവതരിപ്പിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ചർച്ച നിയന്ത്രിച്ചു. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മേൽ വാക്കുകളുടെ മാന്ത്രികത കൊണ്ട് ലോകം കീഴടക്കിയ അനശ്വര കലാകാരൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്സിന് കോഴിക്കോടിന്റെ സ്മരണാഞ്ജലി. പ്രണയത്തിന്റെ തീവ്രതയും ബന്ധങ്ങളുടെ സങ്കീർണതയും നിറഞ്ഞ കഥകൾ സമ്മാനിച്ച മാർക്സിന്റെ സമഗ്ര സംഭാവനകളെ അനുസ്മരിച്ച് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രവും പുരോഗമന കലാ സാഹിത്യ സംഘവുമാണ് മാർക്സ് ജീവിതവും സാഹിത്യവും ദർശനം എന്ന സെമിനാർ സംഘടിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ച് ഇത്ര വിശാലവും വൈവിധ്യവുമാർന്ന രീതിയിൽ അവതരിപ്പിച്ച വേറൊരു എഴുത്തുകാരനില്ലെന്ന് പ്രൊഫസർ V സുകുമാരൻ പറഞ്ഞു. വെറുപ്പെന്ന വികാരത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാനും യുദ്ധമെന്ന മനുഷ്യന്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് അപഗ്രഥിക്കാനും ഏകാന്തതയുടെ അഗാധതയെക്കുറിച്ച് ആഴത്തിൽ സ്പർശിക്കാനും അദ്ദേഹത്തിനായി. രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നാം ജീവിച്ചിരിക്കുന്നതിന്റെ തെറ്റായ തെളിവാണ് രാഷ്ട്രീയമെന്നും മനുഷ്യന്റെ ആകെത്തുകയാണെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മാർക്സിനെ നേരിൽ കണ്ട അനുഭവങ്ങൾ പങ്കിട്ടാണ് മാർക്സ് ആഖ്യാനവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചത്. മാജിക്കൽ റിയലിസത്തിന്റെ അനന്യമായ അനുഭൂതി ലോകം തുറന്നിട്ട എഴുത്തുകാരനായിരുന്നു മാർക്സ് എന്ന് രാജേന്ദ്രൻ എടത്തുങ്കര അഭിപ്രായപ്പെട്ടു. KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷം വഹിച്ചു. ഏകാന്തതയുടെ 100 വർഷങ്ങളെക്കുറിച്ച് ഡോക്ടർ RVM ദിവാകരനും മാർക്സും മലയാളി സമൂഹം എന്ന വിഷയത്തിൽ ഐസക് ഈപ്പനും സംസാരിച്ചു. VT സുരേഷ് സ്വാഗതം പറഞ്ഞു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. അരീക്കാട് സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ 6ാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു. കൌൺസിലർ സൽമ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നല്ലളം SI G ഗോപകുമാർ സമ്മാനദാനം നിർവഹിച്ചു. M ബാബുരാജ് അധ്യക്ഷനായിരുന്നു. റിയാസ് അരീക്കാട്, S ബാലകൃഷ്ണൻ, PK പോക്കർ, KP മുഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു. മീൻചന്ത കോവിലകം റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അസോസിയേഷൻ സെക്രട്ടറി KV ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് C ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഗായിക ലീന പപ്പൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചെനപ്പറമ്പ് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ചീരയുടെ 6ാം വാർഷികാഘോഷം ഫറോക്ക് ചെറുകാട് മുനയിൽ വിവിധ പരിപാടികളോടുകൂടി നടന്നു.
ഓൾ ഇന്ത്യ റേഡിയോ എ ഗ്രേഡ് ഡ്രാമ ആർട്ടിസ്റ്റ് LC സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചെനപ്പറമ്പ് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ചീര പ്രസിഡന്റ് കൂപ്പരത്ത് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ചെനപ്പറമ്പ് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ചീര സെക്രട്ടറി CN ദയാനന്ദൻ സ്വാഗതം പറഞ്ഞു. SSLC പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N രാമചന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് സിറ്റി ട്രാഫിക് സർക്കിൾ ഇൻസ്പെക്ടർ C ശിവപ്രസാദ് സമ്മാനദാനം നിർവഹിച്ചു. ചീര ഖജാൻജി P പ്രമോദ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊടമന സരസു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഴപ്പള്ളി സുബ്രഹ്മണ്യൻ, വാർഡ് അംഗം K പുഷ്പ, റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേറ്റർ കമ്മിറ്റി കൺവീനർ B മോഹനൻ മാസ്റ്റർ, PK ശശി, KB ഗോപി എന്നിവർ സംസാരിച്ചു. ഇടിയങ്ങര സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ 3ാം വാർഷികവും കുടുംബസംഗമവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോം ഡോക്ടർ TP മുസ്തഫ മുഖ്യാതിഥിയായിരുന്നു. ഇസ്ര പ്രസിഡന്റ് തോപ്പിൽ സാജിദ് അധ്യക്ഷം വഹിച്ചു. ഇസ്ര ജനറൽ സെക്രട്ടറി KM നാസർ, KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, കൌൺസിലർമാരായ ബ്രസീല ഷംസുദ്ദീൻ, P കിഷൻ ചന്ദ്, CP മുസാഫിർ അഹമ്മദ്, KP അബ്ദുള്ള കോയ, മുൻ കൌൺസിലർ EV ഉസ്മാൻ കോയ, TRCC പ്രസിഡന്റ് P മുഹമ്മദ് കോയ, ഇസ്ര രക്ഷാധികാരി N ഉമ്മർ കോയ, ഇസ്ര ട്രഷറർ K നാസർ അലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മാന്ത്രികൻ പ്രദീപ് കുടനയുടെ മാജിക് ഷോയും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് മലബാർ ഉപവിഭാഗത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കോഴിക്കോട് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് എഞ്ചിനീയറിംഗിന് ചേരാൻ തയ്യാറാവുന്ന കുട്ടികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. മെയ് 10-ാം തീയതി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കേശവമേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ചാണ് ശില്പശാല നടക്കുക. പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ രഘുരാജ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. മേള സബരിയയുടെ 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പ്രതിഭാധനനായ വാദ്യകലാകാരൻ കലാമണ്ഡലം ശിവദാസിന് ശിഷ്യന്മാരും ആസ്വാദകരും ചേർന്ന് നൽകുന്ന ആദരം സമർപ്പണം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കൊയിലാണ്ടി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഭദ്രദീപം തെളിയിക്കും. സമർപ്പണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്നും സമർപ്പണം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേമനിധിയും തൊഴിലും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളികൾ മെയ് 9-ാം തീയതി കളക്ടറേറ്റിന് മുൻപിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൻതോതിൽ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയിലെ സ്തംഭനം ഒഴിവാക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ക്ഷേമനിധിയെ തകർക്കുന്ന ശ്രമം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികൾ കളക്ടറേറ്റ് മുൻപിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലുമായി ചേർന്നുകൊണ്ട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ സഹകരണത്തോടുകൂടി കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ദേശീയ സാങ്കേതിക ദിനം വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുന്നു. മെയ് 9 മുതൽ 14 വരെയാണ് പരിപാടികൾ നടക്കുക. പെയിന്റിംഗ് മത്സരം, ക്വിസ്, പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസ്, മൊമന്റോ, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. സമ്മാനാർഹരുടെയും ജൂറി തിരഞ്ഞെടുക്കുന്നവരുടെയും ചിത്രങ്ങളുടെ പ്രദർശനവും നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ഭീകരവാദികളും രാഷ്ട്രീയക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വരികയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ PG റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കി. PG സീറ്റ് പുനഃസ്ഥാപിക്കണമെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. പദ്ധതി നിർവഹണ ഫണ്ട് ചിലവഴിക്കുന്നതിലുണ്ടാകുന്ന പിഴവാണ് പുതിയ ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.